ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ 2026 എക്സാമിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കാം, ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ചോദ്യപേപ്പർ ഉപകാരപ്പെടുത്തുക. മുമ്പത്തെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2025 നടന്നത് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യം കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? തറാവീഹ് നിസ്കാരം എത്ര റക്കായത്താണ് എന്നാണ്. തറാവീഹ് നിസ്കാരം 20 റക്കായത്താണ്. സ്വഹാബികളുടെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 20 റക്കായത്ത്. അടുത്ത് പാവങ്ങളുടെ ഹജ്ജാണെന്ത്? ജുമുഅ നിസ്കാരം. പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ നിസ്കാരം. നോമ്പിൻ്റെ ഫർളാണെന്ത്? നിയ്യത്ത് ചെയ്യൽ. നോമ്പിന് 2 ഫർളുകളാണ്. ഒന്ന് നിയ്യത്ത് ചെയ്യലും പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലും. രാത്രി നിയ്യത്ത് ചെയ്യൽ, അങ്ങനെ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് കുനൂത്ത് സുന്നത്താണ്. എപ്പോഴാണ്? സുബ്ഹിൽ കുനൂത്ത് സുന്നത്താണ്. അബാൽ സുന്നത്തിൽ പെട്ടതാണല്ലേ. അപ്പോൾ അത് കുനൂത്ത് സുന്നത്താണ് എന്നത് സുബ്ഹിൽ. റമളാനിലെ അവസാന പാതിയിലെ വിത്തറിൽ അതും കുനൂത്ത് സുന്നത്തുണ്ട്. അപ്പോൾ ഇവിടെ റമളാനിൽ തറാവീഹിൽ എന്നൊക്കെ, അപ്പം ഇവിടെ സുബ്ഹിൽ എന്നാണെന്നും മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ്. ജമാഅത്ത് സുന്നത്തുള്ളതാണ്. സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ് ളുഹ, തസ്ബീഹൊക്കെ. അടുത്തത് മീസാനിനെ നിറക്കുന്ന ദിക്ർ എന്താണ്? അൽഹംദുലില്ലാ തംലഉൽ മീസാൻ എന്നാണ്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്താണ് ഇവിടെ മാച്ച് ചെയ്യാൻ വന്നത്? നിസ്കാരം മുറിക്കാൻ കരുതിയാൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അപ്പോൾ അവൻ്റെ സി എഴുതാ. അടുത്തതാ സുഗന്ധം പൂശൽ എന്താണ്? ജുമുഅയുടെ സുന്നത്താണ് സുഗന്ധം പൂശുക. അടുത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തത് ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ അബ്ഗാൽ സുന്നത്തിൽ പെട്ടതാണ്. ഓപ്ഷൻ ബി. ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയൽ ജമാഅത്തിൻ്റെ ഷർത്തുകൾ ഒക്കെ മനസ്സിലാക്കുക. അതേപോലെ ഓപ്ഷൻ മാറി വരാം ഒക്കെ കേട്ടോ. നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ വേറെയും പഠിക്കുന്നുണ്ട്. പിന്നെ ജുമുഅയുടെ സുന്നത്തുകൾ അതും നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ മാറി വരാം. മനസ്സിലായില്ലേ? അതേപോലെ ജമാഅത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ, അബ്ഗാൽ സുന്നത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്ത് ഒക്കെ മനസ്സിലാക്കുക. അടുത്ത പിന്നെ പൂരിപ്പിക്കാനാണ്. ശബ്ദത്തിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. നാഫിയ ഇൽമ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, അസുഖങ്ങളൊക്കെ മാറാനും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാനും ദുആ ചെയ്യണേ. അപ്പം നമുക്ക് ബാക്കി നോക്കാം. പൂരിപ്പിക്കുക. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് ഡേഷ് ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. നോമ്പിൻ്റെ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അവനെ അകറ്റും. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. അടുത്തത് എന്താണ്? ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ കാരണമായി തീരുമെന്ന് എന്താണ്? ജുമുഅ. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള നിസ്കാരത്തിൽ എന്താണ്? ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ കാരണമാവും. അടുത്തത് സഫുകൾക്കിടയിൽ ഡേഷിലധികം അകലം ഉണ്ടാകരുത്. എന്താണ്? സഫുകൾക്കിടയിലെ 3 മുഴത്തിലധികം അകലമുണ്ടാകരുത്. ഇനി വിത്തറിൽ 1-ാം റക്അത്തിൽ സൂറത്ത് ഡേഷ് ഓതൽ സുന്നത്താണ്. വിത്തറിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? വിത്തറിലെ 1-ാം റക്അത്തിൽ സൂറത്തുൽ ആയില ഓതലാണ് സുന്നത്ത്. 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതലും സുന്നത്താണ്. അപ്പോൾ വിത്രിലെ 1-ാം റക്അത്തിൽ സൂറത്തുൽ ആയില ഓതൽ സുന്നത്താണ്. അടുത്തത് സൂര്യോദയം മുതൽ ഡേഷ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം.
എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം? സൂര്യോദയം മുതൽ ലുഹർ വരെയാണ്. സൂര്യോദയം മുതൽ ലുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അടുത്തതാ മുഅക്കദായ റവാത്തിബ് സുന്നത്ത് ഡാഷ് റക്കായത്താണ്. റവാത്തിബ് സുന്നത്തുകൾ 20 റക്കായത്തും അതിൽ മുഅക്കദായത് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് 10 റക്കായത്തുമാണ്. അപ്പോൾ ഇവിടെ 10 റക്കായത്താണെന്ന് എഴുതാം. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? വിത്ർ നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്. എപ്പോൾ? വിത്ർ നിസ്കാരം എല്ലാ ദിവസവും സുന്നത്താണ്. എന്നാൽ റമളാനിൽ അത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പോൾ വിത്ർ ജമാഅത്ത് സുന്നത്താണ് എപ്പോൾ എന്ന് വെച്ചാൽ റമളാനിൽ. ഇനി അവ്വാബി നിസ്കാരം എത്ര റക്കായത്താണ്? അവ്വാബി നിസ്കാരം അത് 20 റക്കായത്താണ്. അവ്വാബി നിസ്കാരം 20 റക്കായത്താണ്. മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ അത് ചോദ്യമായിട്ട് വരും. മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള സുന്നത്ത് നിസ്കാരം ഏത്? അവ്വാബി, അത് 20 റക്കായത്താണ്. അടുത്തത് എന്താണ്? എല്ലാ ഫർള് നിസ്കാര ശേഷവും 10 പ്രാവശ്യം സുന്നത്തുള്ള ദിക്ർ. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം സുന്നത്തുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കുറേ ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 10 പ്രാവശ്യം സുന്നത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. സുബ്ഹിനും മഗ്രിബിനും പ്രത്യേകം സുന്നത്തുണ്ട് 10 പ്രാവശ്യം ചൊല്ലുന്നത്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ അത് 7 പ്രാവശ്യം സുബ്ഹിനും മഗ്രിബിനും. അതൊക്കെ മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് അതൊക്കെ കേട്ടോ. അടുത്തത് എന്താണ്? ഏതാണ് ദിവസങ്ങളുടെ നേതാവ്? ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. അത് മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസമാണ്. അടുത്തത് പെരുന്നാൾ നിസ്കാരത്തിലെ 2ാം റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? പെരുന്നാൾ നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറുകൾ ചൊല്ലണം. പെരുന്നാൾ നിസ്കാരത്തിലെ ഫാത്തിഹക്ക് മുമ്പ് 2ാം റക്അത്തിൽ 5 തക്ബീറുകൾ ചൊല്ലണം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് മുമ്പ് 7 തക്ബീർ. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. അതിനുശേഷം തക്ബീറിന് ശേഷമാണ് 7 തക്ബീറുകൾക്ക് ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹയും സൂറത്തും. അപ്പോൾ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്റൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതൊക്കെ പഠിക്കണേ. അടുത്തത് സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസമേത്? സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലമുള്ള മാസമേത്? ഏതാണ്? റമളാനാണ്. സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ അത് റമളാനാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം. സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ്. സലാമിൻ്റെ തൊട്ട് മുമ്പാണ് സുജൂദ് സഹ്വ്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. സലാമിൻ്റെ തൊട്ട് മുമ്പാണ് സുജൂദ് സഹ്വ്. സഹ്വിൻ്റെ സുജൂദ് അത് 2 സുജൂദാണ്. പിന്നെ സുബ്ഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? സുബ്ഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്റാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഇനി നിസ്കാരത്തിൽ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. എന്ത് മൊഴിഞ്ഞാലാണ് നിസ്കാരം ബാത്തിലാവുക? നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിലെ വചനങ്ങളല്ലാത്ത ഖുർആനെ ദിക്ർ വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ നിസ്കാരത്തിൽ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും എന്തെന്നുള്ളത് നമ്മൾ 3ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ തുടർച്ചയായി എത്ര ചലനം ഉണ്ടായാലാണ്? 3 ചലനം ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലാക്കുക. അതേപോലെ ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ ഷർത്തിനും ഫർളിനും ഭംഗം വന്നാലും നിസ്കാരം ബാത്തിലാകും. അടുത്തെന്താണ്? റമളാനിൽ ഒഴിവാക്കൽ സുന്നത്തുള്ള 4 കാര്യങ്ങൾ. റമളാനിൽ ഒഴിവാക്കൽ സുന്നത്തുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കണം. അനാവശ്യ
സംസാരങ്ങളും കളികളും ഒഴിവാക്കണം. അതുപോലെ സുഗന്ധം ഒഴിവാക്കണം. സുഗന്ധം പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. അതുപോലെ ദുശ്ചിന്തകളിൽ നിന്നും ദുർവികാരങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ദുശ്ചിന്തകളിൽ നിന്നും ദുർവികാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അപ്പോൾ അത് റമദാനിൽ ഒഴിവാക്കൽ സുന്നത്തുള്ള 4 കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ചെയ്യേണ്ട സുന്നത്തുള്ള കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കുക, ഏത്തിക്കാഫ് വർദ്ധിപ്പിക്കുക, പിന്നെ അത്താഴം കഴിക്കൽ, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കൽ, അത് ഈത്തപ്പഴം വെള്ളം ഉപയോഗിച്ച് കൊണ്ടാവൽ, പിന്നെ അതുപോലെ നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റമദാൻ നോമ്പിനെ കുറിച്ചൊരു 5 വരി കുറയാതെ എഴുതാനൊക്കെ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചേർത്ത് എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. നോമ്പിനെ നീയത്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി വീഡിയോ ഒരുപാട് ലോങ് ആക്കണില്ല. നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ മാത്രം നോക്കാം. നമ്മൾ മുമ്പത്തെ ചോദ്യപേപ്പറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത എന്താണ്? ഹൃദയത്തിൽ സീല് വെക്കപ്പെടും. ആർക്കാണ് ഹൃദയത്തിൽ സീല് വെക്കപ്പെടുക? ശർഇയായ കാരണങ്ങളില്ലാതെ 3 ജുമാ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടും. ശർഇയായ കാരണങ്ങളില്ലാതെ 3 ജുമാ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ഇനി 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് ലഭിക്കുന്ന നേട്ടമെന്ത്? ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അവന് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താണ്? ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ എവിടെ എങ്ങനെ നിൽക്കണം? ജമാഅത്തിൽ ഒരു മഅ്മൂമ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെ എങ്ങനെ നിൽക്കണം? ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ അല്പം പിറകിലായിട്ട് വലതു ഭാഗത്ത് നിൽക്കണം. പിന്നീട് എത്തുന്നവർ ഇടത് ഭാഗത്ത് നിൽക്കണം. ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സൊഫായി ഇറങ്ങി നിൽക്കുക. ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ അല്പം പിറകിലായിട്ട് വലതു ഭാഗത്ത് നിൽക്കണം. അല്പം പിറകിലായിട്ട് വലതു ഭാഗത്ത് നിൽക്കണം. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്ന തറാവീഹ് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് 20 റക്അത്താണ്. സഹാബികളെല്ലാം നിസ്കരിച്ചത് 20 റക്അത്താണ്. സഹാബികളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് തറാവീഹ് 20 റക്അത്താണെന്ന്. വളരെ പുണ്യമുള്ള നിസ്കാരമാണത്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ നുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹ് വരെയാണ് തറാവീഹിൻ്റെ സമയം. തറാവീഹിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തില്ല. എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിൽ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ജനങ്ങൾ ഒറ്റക്കും ചെറു ജമാഅത്തുകളായിട്ടും തറാവീഹ് നിസ്കരിച്ചു പോന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിശ്ചയിച്ച് ഒറ്റ ജമാഅത്തായി പുനഃക്രമീകരിച്ചു. അതൊക്കെ തറാവീഹ് നിസ്കാരത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ പാഠത്തിൽ തന്നെ വിത്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതൊക്കെ പഠിക്കുക. പിന്നെ നമുക്കിതിൽ ബലിപെരുന്നാളാണ്. നമുക്കിപ്പോൾ ഓപ്ഷണലായിട്ടാണ് കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നത്. അതേപോലെ ഓപ്ഷണൽ ചോദ്യമായിട്ട് വരും. 2 എണ്ണം തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ തറാവീഹും പെരുന്നാൾ നിസ്കാരം ഒരുമിച്ച് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നൊക്കെ എഴുതണം. പിന്നെ വിത്റും ബലിപെരുന്നാളും വരും. പിന്നെ റവാത്തിബ് സുന്നത്തുകൾ വരും. അപ്പോൾ അതൊക്കെ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ടും മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന് കഴിയുള്ളൂ. മനസ്സിലാക്കുക. നമുക്ക് ബലിപെരുന്നാളിനെ കുറിച്ച് എന്ത് എഴുതാം? ബലിപെരുന്നാൾ
2 റക്അത്ത് ഇമാമോട് കൂടി അതാ ആയി കിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക. ദുആഉൽ ഇഫ്തിതാഇന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. സലാമിന് ശേഷം അറബിയിൽ 2 ഖുതുബകൾ നിർവഹിക്കും. ആദ്യ ഖുതുബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2-ാം ഖുതുബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലും. പെരുന്നാൾ നിസ്കാരം 2 റക്അത്താണ്. അത് പുരുഷന്മാർക്ക് പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. അതുപോലെ പെരുന്നാൾ ദിവസത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അവിടെ പെരുന്നാൾ ദിവസം ഉസ്താദ് നടത്തിയ പ്രസംഗം നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ബലിപെരുന്നാളിൻ്റെ പ്രധാന കർമ്മങ്ങളാണ് ബലികർമ്മവും തക്ബീറും പെരുന്നാൾ നിസ്കാരവും ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. അതേപോലെ ഓരോ പാഠത്തുനിന്നും നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.